നാത്തൂൻസ് സ്പൈസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പഴംപൊരിയാണ്. ചില നാടുകളിലൊക്കെ പഴംബോളി എന്നും അറിയപ്പെടും. നാത്തൂൻസിൻ്റെ പഴംപൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിലെ പൊടിക്കൈകൾ പഴംപൊരി കൂടുതൽ ടേസ്റ്റ് ഉള്ളതാക്കും. 2 പഴം എടുത്തിട്ടുണ്ട്. എനിക്കിതുപോലെ ചെറുതായി അരിഞ്ഞ് വറുത്തെടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇനി ഒരു വലിയ ബൗളിലേക്ക് 1/4 കപ്പ് മൈദയുടെ അതേ അളവിൽ തന്നെ അരിപ്പൊടി. ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ എള്ള്, കറുത്ത എള്ള് വേണേ ഉപയോഗിക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ബാറ്റർ തയ്യാറാക്കാം. വെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എങ്കിലേ ആ കൺസിസ്റ്റൻസി കറക്റ്റ് പരുവമായി നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പം മഞ്ഞ കളറില്ലാന്ന് എഴുതി പഴംപൊരിക്ക് മഞ്ഞ കളർ ഉണ്ടാവില്ല എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ വറുത്തെടുക്കുമ്പോൾ കറക്റ്റ് കളറൊക്കെ കിട്ടിക്കോളും. ഇനി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാം. വറുത്തെടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴംപൊരി കൂടുതൽ സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഓരോന്നോരോന്നായി വറുത്തെടുക്കാം. ബേക്കിംഗ് സോഡ ആദ്യമേ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ബാറ്ററിന് ഒരു റെഡ് കളർ വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആഡ് ചെയ്യാത്തത്. അതുകൊണ്ട് ആ പോയിന്റ് വിട്ടുപോരുത്. ബേക്കിംഗ് സോഡ എപ്പോഴും ആ വറുത്തെടുക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. അതും ഒരു പിഞ്ച് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സോപ്പിൻ്റെ ചുവ വരും. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ പഴം അതിലേക്ക് ഇടാവുള്ളൂ. അല്ലെങ്കിൽ ആ എണ്ണ മുഴുവൻ പഴം കുടിക്കും. എന്നിട്ട് ഭയങ്കര ഓയിലി ആയി പോവും. അതുകൊണ്ട് അത് നോക്കി വേണം കേട്ടോ പഴം ഇടാനായിട്ട്. നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇങ്ങനെ ബാച്ചായിട്ട് ബാക്കിയിരിക്കുന്ന പഴം കൂടി വറുത്തെടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കുള്ള ചായക്കടി റെഡി. അങ്ങനെ നല്ല ചൂട് പഴംപൊരി റെഡി ആയിട്ടിരിക്കുകയാണ്. പഴംപൊരിക്ക് ഒരുപാട് കോമ്പിനേഷൻ വന്നിട്ടുണ്ടെങ്കിലും എനിക്കെപ്പോഴും ചായയുടെ കൂടെ ഇത് വെറുതെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇനി പഴംപൊരി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വേറിട്ട രുചികളുമായി വീണ്ടും കാണാം. ബൈ.